ഫ്രണ്ടിൽ ഈ വണ്ടി ഇത്രയും നല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടെ? ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് പിടിച്ചെടുത്തത്. KSRTCയുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു ഷോ ഓഫ് ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. അതായത് ബസ് KSRTC ബസ് തടഞ്ഞു നിർത്തിയിട്ട് ബസ് പരിശോധിക്കുകയാണ് മന്ത്രി. പരിശോധിച്ചിട്ട് കുപ്പികൾ, അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ, വെള്ളം കുടിച്ചിട്ട് പ്ലാസ്റ്റിക് കുപ്പികൾ ഇടുന്ന ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാർക്കും എതിരെ അദ്ദേഹം നടപടി സ്വീകരിക്കുമത്രേ. അതാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അതായത് 1-ാം തീയതി ശമ്പളം തരുന്നില്ലേ, ഇമാതിരിയുള്ള ചെറ്റത്തരങ്ങളൊന്നും കാണിക്കാതിരുന്നുകൂടെ എന്നാണ് അദ്ദേഹം പച്ചയായിട്ട് ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ചോദിക്കാനൊന്നും മടിയില്ലാത്ത ആളാണ്. അപ്പോൾ KSRTCയെ നന്നാക്കി 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഈ പറയുന്നത്. 1-ാം തീയതി ശമ്പളം കിട്ടുന്നതിൻ്റെ സൂക്കേടാണ് ഇതൊക്കെ. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ നമ്മൾ വലിയ ബുദ്ധിമുട്ടിയാണ് ശമ്പളം തരുന്നത്. എന്നിട്ട് ശമ്പളം തരുന്നതിൻ്റെ നന്ദിയെങ്കിലും കാണിച്ചുകൂടെ എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. ശരിയാണ്, മന്ത്രി എന്താ പറയുക, ഇതിൽ നിന്ന് വന്നതിന് ശേഷം, അതായത് ഗതാഗത മന്ത്രി ആയതിനു ശേഷം മന്ത്രിക്ക് കൃത്യമായി മന്ത്രി പിന്നെ ശമ്പളമൊക്കെ കൊടുക്കുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയാണെങ്കിലും KSRTCക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നുണ്ട്. കാരണം തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുകയാണല്ലോ. അപ്പോൾ അടുത്ത് മന്ത്രിക്ക് കയറണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ സുരേഷ് ഗോപിയാണ് കാണിച്ചിരുന്നു എങ്കിൽ സുരേഷ് ഗോപി മാടമ്പിയായനെ, സവർണൻ ഷോ കാണിച്ചനെ, എന്തൊക്കെ രീതിയിലുള്ളതായിരുന്നനെ, പരുത്തിക്കാട്ടിനൊക്കെ കുരു പൊട്ടിയേനെ. പക്ഷെ ഇവിടെ മന്ത്രി റോഡിൽ കിടന്ന് ഫാഷൻ ഷോയും പട്ടി ഷോയൊക്കെ കാണിച്ചിട്ടും ഇവിടെ ആർക്കും ഒന്നും ചോദ്യം ചെയ്യാനുമില്ല, സംസാരിക്കാനുമില്ല. അത് KSRTC നന്നാക്കാൻ വേണ്ടി അല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ ഇടയായിട്ട് മന്ത്രി ഗണേഷ് കുമാറിന് കിളി പോയോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് KSRTCയിലെ ഏറ്റവും വലിയ പ്രശ്നമായ ശമ്പള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതോടെ മന്ത്രി ഗണേഷ് കുമാർ ഹീറോയടാ ഹീറോ എന്ന ഗെറ്റപ്പിലായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഗണേഷ് കുമാറിന്റെ സ്വാർത്ഥതയും മാടമ്പിത്തരവും പതിയെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം കിട്ടാതെ വരുമോ എന്ന ഭയവും ഗഡുക്കളായി ശമ്പളം കിട്ടിയിരുന്ന ഭൂതകാലവും പേറുന്ന KSRTC ജീവനക്കാർ മന്ത്രിയുടെ ഇപ്പോഴത്തെ മാടമ്പിത്തരങ്ങളെല്ലാം തല കുനിച്ച് കേൾക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ്. കാരണം ശമ്പളം 1-ാം തീയതി തന്നെ കിട്ടണമല്ലോ. മന്ത്രിയുമായി ഇടഞ്ഞാൽ ശമ്പളം വൈകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹാരം കാണുന്ന യൂണിയൻകാരും മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ജീവനക്കാരുടെ ആശ്വാസം. എന്നാൽ അതിന്റെ പേരിൽ ഗണേഷ് കുമാറിന്റെ മാടമ്പിത്തരം ഇപ്പോൾ നട റോഡിൽ വച്ച് വരെ ആയിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾക്കാണ് മന്ത്രിയുടെ വാഹന ചേസിങ്ങും പിടിച്ചു നിർത്തൽ, സ്പോട്ടിൽ വെച്ച് നടപടിയും. ഇത് KSRTCയെ നന്നാക്കാനാണോ അതോ നശിപ്പിക്കാനാണോ എന്ന സംശയത്തിലാണ് ജീവനക്കാർ. കൊല്ലം ആയൂരിൽ വെച്ചാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ സംഭവം ഉണ്ടായത്. കൊല്ലം ആയൂരിൽ വെച്ച് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് തടഞ്ഞിട്ടാണ് മന്ത്രിയുടെ ഫാഷൻ ഷോ. മന്ത്രിയും പരിവാരങ്ങളും തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്നു. ബസിന്റെ മുൻഭാഗത്ത് ഡ്രൈവർ സീറ്റിന്റെ അടുത്തായി കുടിച്ചു കഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി ഇടുന്നതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. കുടിച്ചു കഴിഞ്ഞാൽ കുപ്പി എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നോ എന്നും വണ്ടിക്കുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടതിന് ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുമാണ് മന്ത്രി നടുറോഡിൽ വച്ച് അനൗൺസ് ചെയ്തത്. ഒരു പ്ലാസ്റ്റിക് കാലിക്കുപ്പിയുടെ പേരിൽ നാണവും മാനവും പോയ ഡ്രൈവർ മന്ത്രിയെ നോക്കി നിസ്സഹായനായി നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ മന്ത്രിക്ക് അരിശം തീരാതെ അവിടെ ഉണ്ടായിരുന്ന ചാനലിന്റെ ക്യാമറയിൽ നോക്കി ആക്രോശിക്കുകയായിരുന്നു. മന്ത്രിയുടെ ചേസിങ്ങും ആക്രോശവും നടപടിയും അനൗൺസ്മെന്റും എല്ലാം സെറ്റിട്ട് നടത്തിയതുപോലെ തോന്നിയാൽ തെറ്റ് പറയാനൊക്കില്ല. ഇതെല്ലാം ഒരു 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 സെറ്റിടൽ പോലെയാണ്, ഒരു സിനിമ സ്റ്റൈലിലെ പോലെ നമുക്ക് തോന്നും. മന്ത്രി തന്നെ അത് സെറ്റിട്ടാൽ ആർക്കും സംശയമുണ്ടാവില്ലല്ലോ. മന്ത്രിക്കെതിരെ സെറ്റിട്ടാലാണല്ലോ പ്രശ്നമുള്ളത്. ഇവിടെ ഗണേഷ് കുമാർ നേരത്തെ തന്നെ തന്റെ വീരകൃത്യം ഷൂട്ട് ചെയ്യുമെന്നും അതെല്ലാം ചാനലുകൾക്ക് നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്നൊരു കരുതിക്കൂട്ടിയുള്ള മാനം കെടുത്തലാണ് ഉണ്ടായതെന്ന് മനസ്സിലാകും. ഇല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ആയൂർ റൂട്ടിൽ വന്ന ഈ നടപടി നാടകം ഒരു ചാനലിന് മാത്രം കിട്ടിയതിന്റെ സാമാന്യയുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ലടേ. ഒരു കാര്യം ഉറപ്പാണ്, മന്ത്രിക്ക് ജീവനക്കാരുടെ മേൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ലെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മര്യാദയ്ക്കല്ലെങ്കിൽ ശമ്പളമില്ല, നടപടികൾ മാത്രമായി ചുരുങ്ങുമെന്നും മന്ത്രി പറയാതെ പറയുന്നുണ്ട്. ഇത് ഓരോ ദിവസവും മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി, ജീവനക്കാരുടെ മാനവും അഭിമാനവും പണയം വച്ചിട്ടേ മന്ത്രിയുമായി സഹകരിക്കാവൂ. അടിമയും ഉടമയും എന്നോ
മാടമ്പിയും പണക്കാരനുമെന്നോ ജന്മിയും കുടിയാനുമെന്നോ ഒക്കെ വേണമെങ്കിൽ KSRTC ഭരണത്തെയും ജീവനക്കാരെയും വിളിക്കാമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മന്ത്രിയുടെ ഫാഷൻ ഷോ അതിര് കടന്നത് തന്നെയാണ്. ഇതിനേക്കാൾ എത്രയോ മോശമായിട്ടാണ് KSRTC വാഹനങ്ങൾ ഓടുന്നതെന്ന് തെളിവുകൾ നിരത്തി പറയാൻ കഴിയും മന്ത്രി. മന്ത്രി പിടിച്ചത് അത്യാധുനിക വണ്ടിയൊന്നുമല്ല, KSRTCയുടെ പഴയ മോഡൽ വണ്ടിയാണ്. അതിൽ AC ഇല്ല. ചൂടടിച്ച് ദീർഘദൂരം വളയം പിടിക്കുന്ന ഡ്രൈവർക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. മാത്രമല്ല ആ വെള്ളക്കുപ്പി വയ്ക്കാൻ ഡ്രൈവർക്ക് സീറ്റിനടുത്തൊരു സ്ഥലമില്ല. എഞ്ചിന്റെ ചൂടും വെയിലും പൊടിയും അടിച്ച് രോഗിയായി മാറുന്ന ഡ്രൈവർമാരെ മാനസികമായി പീഡിപ്പിക്കുന്ന നടപടിയാണ് മന്ത്രി കാട്ടിയത്. ഇതുകൊണ്ട് മന്ത്രിക്ക് അല്ല ഗുണം, ദോഷം മാത്രമേ സംഭവിക്കൂ. KSRTC ഡ്രൈവർ ഒരു മനുഷ്യനാണ്, വ്യക്തിത്വമുള്ള ഒരാൾ. അയാൾക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ മന്ത്രിക്ക് MDയെ വിളിച്ചു പറഞ്ഞാൽ കഴിയുന്ന കാര്യം മാത്രമാണ്. അങ്ങനെ നടു റോഡിൽ വെച്ചൊരു ഫാഷൻ ഷോ നടത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ മന്ത്രിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നും ചെയ്യുകയാണെന്നും ചിലതൊക്കെ ചെയ്ത് വലിയ കാര്യമാണെന്നൊക്കെ തെളിയിക്കാൻ ഇത്തരം ഫാഷൻ ഷോ നടത്തേണ്ടതുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും KSRTCയെ സ്വർഗ്ഗസമാനമാക്കിയ താനാണെന്ന് വാദിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ ഷോ കൊണ്ട് മന്ത്രി ഉദ്ദേശിക്കുന്നത്. മന്ത്രിയുടെ ഉദ്ദേശം അത്ര നല്ല ഉദ്ദേശം ആണ് എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത് വളരെ ചീപ്പായിപ്പോയി മന്ത്രി. ചീപ്പെന്ന് പറഞ്ഞാൽ വളരെ മോശമായിപ്പോയി. അതായത് ഒരു ഡ്രൈവറെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും ഇതുമൊക്കെ ഇപ്പോൾ അത്തരത്തിൽ വൈറലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കൾ ഒക്കെ ഇത് കാണുമ്പോൾ മന്ത്രിയുടെ വായിൽ നിന്ന് ചീത്തവിളി കേട്ട, അല്ലെങ്കിൽ വഴക്ക് കേട്ട, ബഹളം വെച്ച ആള് അല്ലേ ഇത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരും. അത് മാത്രമല്ല, ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവർ അധ്വാനിച്ചിട്ടല്ലേ ശമ്പളം വാങ്ങുന്നത്. അവർ വെറുതെ ഇരുന്നിട്ടല്ലല്ലോ ശമ്പളം വാങ്ങുന്നത്. മന്ത്രിയെപ്പോലെ വെറുതെ അവിടെ ഇവിടെ ഷോ ഓഫ് കാണിച്ചിട്ടാണോ ഇവരൊക്കെ ശമ്പളം വാങ്ങുന്നത്? അല്ലല്ലോ. KSRTC ബസ് സ്റ്റാൻഡുകൾ മന്ത്രി കണ്ടിട്ടുണ്ടോ? നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടോ KSRTCയിൽ? കലൂരിലേക്ക് ബസ് സ്റ്റാൻഡ് മന്ത്രി വല്ലപ്പോഴും വന്നത് കാണണം. അതൊക്കെ ഒന്ന് നന്നാക്കാൻ മന്ത്രി ആദ്യം ശ്രമിക്കുക. അല്ലാതെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും നെഞ്ചത്ത് കയറുകയല്ല വേണ്ടത്. ബസ് സ്റ്റാൻഡുകളിൽ എന്തെങ്കിലും സൗകര്യം ഉണ്ടോ? സ്ത്രീകൾക്ക് സമാധാനമായിട്ട് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു നല്ല ടോയ്ലറ്റ് ഉണ്ടോ? ഇതൊന്നും ഇല്ലാതെ മന്ത്രി അങ്ങ് ബസ്സിൻ്റെ കാര്യത്തിൽ അങ്ങ് എന്താ പറയുക, വലിയ ആളാവാൻ ശ്രമിക്കുകയാണ്. അതായത് മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് ഗോവിന്ദൻ അറിയാതെ വായിന്ന് വിളിച്ച് പറഞ്ഞുപോയി. അത് കേട്ടപ്പോൾ മന്ത്രിക്ക് അങ്ങോട്ട് ഇളവി. മന്ത്രി പിന്നെ ഇരിക്കുന്നിടത്തുനിന്ന് അങ്ങ് ഓടിച്ചാടി എഴുന്നേറ്റ്, അല്ല പരുത്തിക്കാടെ, ഈ മന്ത്രിയെ പിടിച്ചു നിർത്തുന്നതിനും ഈ പിന്നെ ആളുകളെ അപമാനിക്കുന്നതിനും ഇതിനൊന്നും മാടമ്പിത്തരം ഫ്യൂഡൽ വ്യവസ്ഥയും ബാധകമല്ല അല്ലേ?